മാസം 22-ാം തീയതി നടത്തിയ ക്ലിഫ് ഹൗസ് മാർച്ച് അടക്കം ആയിരക്കണക്കിന് ആശാവർക്കർമാർ എത്തിച്ചേരുന്ന വലിയ പങ്കാളിത്തത്തോടുകൂടിയുള്ള വിവിധ സമരഘട്ടങ്ങളും ഞങ്ങൾ 266 ദിവസങ്ങളിൽ നടന്ന സമര രൂപങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ ഉന്നയിച്ച ക്വസ്റ്റ്യൻ, എന്താണ് ഞങ്ങൾ പഠിച്ചത്, എന്താണ് സമൂഹത്തെ പഠിപ്പിച്ചത്? ഇതിനകത്ത് ഈ സമരം സൃഷ്ടിച്ച കേവലം ആശാവർക്കർമാരുടെ അവരുടെ സാമ്പത്തികമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തിയ ഒരു സമരം എന്നതിനപ്പുറം വളരെ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ, സാമ്പത്തിക മേഖലകളിൽ വലിയ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ആശാ സമരം കടന്നുപോയത്. സമരം അവസാനിച്ചിട്ടില്ല. തിരുവനന്തപുരത്തെ സമരപന്തൽ എന്ന സമര രൂപം അവസാനിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് ഒന്ന്, ഞങ്ങളെ നേതൃത്വത്തിൽ നിന്ന ആളുകളും ആശാവർക്കർമാരും ഞങ്ങൾക്കുണ്ടായ മാറ്റം, ഞങ്ങൾ സ്വാഭാവികമായും നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാകും, സ്ത്രീകൾ തനതായി നടത്തിയ ഒരു സമരമാണ്. ആ സമരത്തിൽ പ്രായോഗികമായി വരുന്ന ബുദ്ധിമുട്ടുകൾ ധാരാളമുണ്ട്. പ്രത്യേകിച്ചും സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രാഥമിക കൃത്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യാതൊരു സൗകര്യവും ഇല്ലാത്ത സ്ഥലത്താണ് ഞങ്ങൾ പലപ്പോഴും 10,000-ത്തിനടുത്ത് ആശമാർ എത്തിച്ചേർന്ന സമരപരിപാടികൾ ഉൾപ്പെടെ നടത്തിയത്. ഈ 266 ദിവസം ഞങ്ങൾ അവിടെ രാവും പകലും ഇരുന്നത്. അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമായിരുന്നു. അതിനെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമായിരുന്നു. പക്ഷെ ഞങ്ങളെ പിന്തുണയ്ക്കാൻ ഈ സമൂഹം കൈമൈ മറന്നുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അതിനെല്ലാം അതിജീവിക്കാൻ കഴിഞ്ഞു. അത് ഒരു ഇതുപോലെയുള്ള ഒരു സമരത്തിൽ നമുക്ക് പ്രതിബന്ധമായി വരാൻ പാടില്ല എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഉറച്ച തീരുമാനമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ തൊട്ടടുത്ത് തന്നെ സെക്രട്ടേറിയറ്റിന് താഴെ ഐക്കഫ് സെന്റർ എന്ന് പറയുന്ന ക്രിസ്ത്യൻ വികാരികൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. 120 ദിവസം ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും ഒരു പൈസ പോലും വാങ്ങിക്കാതെ അവിടുത്തെ ബേബി അച്ഛൻ ഞങ്ങൾക്ക് തന്നു. അവര് പുതിയ ബിൽഡിങ് പണിയുന്നതുമായി ബന്ധപ്പെട്ട് അത് നീക്കം ചെയ്യാനിരുന്നാണ്. ഞങ്ങളൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ 120 ദിവസം അവരത് മുന്നോട്ട് കൊണ്ടുവന്നു തന്നു. പിന്നീട് അവർക്കത് അവരുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനായിട്ട് ബന്ധപ്പെട്ടത് അവർ നീക്കം ചെയ്തതുകൊണ്ടാണ്. പിന്നെ അവിടെ ചുറ്റുവട്ടത്തുള്ള സ്ഥാപനങ്ങൾ, ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ വീടുകൾ ഒക്കെ ഞങ്ങൾക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി. മറ്റൊന്ന്, നമ്മളുടെ ആശാവർക്കർമാർ ആ സമരത്തിന് വരുമ്പോൾ, നിങ്ങളൊരു പക്ഷെ നിങ്ങൾ ചാനലുകളിൽ അവരുടെ ഡിസ്കഷൻസ് കണ്ടിട്ടുള്ള ആളുകൾ മനസ്സിലായിട്ടുണ്ടാവും, അവർ ഓരോ ദിവസവും പടിപടിയായി വളർന്ന് ഏതൊരാളെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവരുടെ നേരെ വരുന്ന ഏതൊരു ക്വസ്റ്റ്യനെയും അനലൈസ് ചെയ്ത് അതിന് പൊളിറ്റിക്കലായിട്ടുള്ള മറുപടി പറയാൻ കഴിയുന്ന പ്രാപ്തരായ സ്ത്രീകളായിട്ട് മാറി. അത് വളരെ വലിയൊരു മാറ്റമാണ്. അവർ പലരും വരുമ്പോൾ അവരുടെ ഏറ്റവും ഇപ്പോൾ അവസാനം 266-ാമത്തെ ദിവസം ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ പലരും പറഞ്ഞത്, ഞങ്ങൾക്ക് ഭയമായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ വികാരം. ഞങ്ങളോട് എന്തെങ്കിലും പറയുന്ന ഒരാളിപ്പം മെഡിക്കൽ ഓഫീസർ ആണെങ്കിലും അവർ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും വീടുകളിൽ ചെല്ലുമ്പോഴാണെങ്കിലും ആളുകൾ പറയുമ്പോൾ തിരിച്ച് മറുപടി പറയേണ്ടുന്ന കാര്യമാണ്. പക്ഷെ ഭയം കാരണം പറയാറില്ലായിരുന്നു. ഈ സമരത്തിന് വന്നതിലൂടെ ഞങ്ങളുടെ എല്ലാവരുടെയും ഭയം മാറിക്കിട്ടി എന്നാണ് പറഞ്ഞത്. അപ്പം എന്താണ് ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥ, അതിനകത്ത് അവർ പ്രത്യേകം ലളിതാംബിക, ഞാൻ അത് വായിച്ചിട്ടുള്ള ആത്മകഥയ്ക്കൊരു എന്താ അതിൻ്റെ പേര്, ആമുഖം, അത് വായിച്ചപ്പോൾ അതിനകത്ത് ഭയം ആണ് നമ്മളുടെ എല്ലാത്തരം പിന്നോക്കാവസ്ഥകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ആ ഭയത്തെ നമുക്ക് അതിജീവിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നിൽ വരുന്ന ഏത് ചലഞ്ചിനെയും നമുക്ക് നേരിടാൻ കഴിയും. അപ്പം അത് സൃഷ്ടിച്ചു കൊടുക്കാൻ കഴിഞ്ഞു ആശാവർക്കർമാർക്ക്. എന്ന് പറഞ്ഞാൽ ഒരു ആത്മാഭിമാനത്തോടെ ആരെങ്കിലും പറയുമ്പോൾ അവരുടെ മുന്നിൽ ഓച്ചാനിച്ച് നിന്ന് തൊഴിലെടുക്കുന്നവരല്ല തൊഴിലാളി, ആത്മാഭിമാനമുള്ളവരാണ്. ആ ആത്മാഭിമാനം തൊഴിലെടുക്കുന്നവർക്ക് സൃഷ്ടിച്ചു കൊടുക്കുക കഴിയുക എന്ന് പറയുന്നത്, അതാണ് ഒരു ട്രേഡ് യൂണിയന് ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഞങ്ങൾക്ക് സൃഷ്ടിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. ഈ 266 ദിവസം കൊണ്ട് ആ സമരപ്പന്തലിൽ എന്നും വരുന്ന ആശാവർക്കർമാരല്ല, മറിച്ച് സംസ്ഥാനം ഒട്ടാകെയുള്ള ആശാവർക്കർമാർ ഈ സമരത്തോടൊപ്പം നിന്നവര് പടിപടിയായി ആ നിലയിലേക്ക് ഉയർന്നു. പിന്നെ മറ്റൊന്ന്, അതിന്റെ സംഘാടകരായ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ആദ്യമേ വരുമ്പോൾ ആശാവർക്കർമാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഒരാളുടെ കയ്യിൽ നിന്ന് തരുന്ന 200 രൂപ ഒരു ഡൊണേഷൻ ഇട്ടാലേ നമുക്ക് ഇത് തുടങ്ങാൻ പറ്റൂ എന്ന്. പിന്നെ അവർക്ക് അന്ന് 5 മാസം അവരുടെ വേതനം കുടിശ്ശികയാണ് ആശാവർക്കർമാരുടെ. അപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകും?
ഞങ്ങൾക്കൊരു ആശങ്കയും സത്യത്തിൽ ഉണ്ടായിരുന്നില്ല. ഇത് മുന്നോട്ട് പോകുമ്പോൾ ഈ സമൂഹം ഞങ്ങളോടൊപ്പം നിൽക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. അത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ 266 ദിവസം ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ ഈ 45 ദിവസം നീളുന്ന രാപ്പകൽ സമരയാത്ര നടത്തിയതുൾപ്പെടെ പൊതുസമൂഹം ഞങ്ങൾക്ക് നൽകിയ പിന്തുണയോടെയാണ്. ഞങ്ങൾക്ക് സാമ്പത്തികമായി മറ്റെല്ലാ തരത്തിലും ഞങ്ങളെ കരുതാൻ ഈ കേരളം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മൾ മനസ്സിലാക്കിയത്. ഞങ്ങൾ എന്നുള്ളതല്ല, കേരളം എന്ന് പറഞ്ഞാൽ നല്ല മനസ്സുള്ള മുഴുവൻ മനുഷ്യരും ഈ സമരത്തെ പിന്തുണച്ചു. അവിടെ ഞങ്ങളുടെ സമര പന്തലിൽ വരുന്ന ആളുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിപ്പ ചെറുപ്പങ്ങളില്ല. സാധാരണ കൂലിപ്പണി എടുക്കുന്നവർ ഓട്ടോറിക്ഷക്കാർ അവർക്ക് 50 രൂപയോ 100 രൂപയൊക്കെ ആയിരിക്കും സംഭാവന ചെയ്യാൻ തരും. അത് തരാൻ വരും. പക്ഷേ ഞങ്ങൾ കണ്ടത് ഇതിലും വ്യത്യസ്തമായിട്ട് കണ്ടത് ഒരു അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, അതിന് മുകളിലുള്ള ആളുകൾ, കോളേജ് അധ്യാപകർ, റിട്ടയർ ചെയ്ത അധ്യാപകർ, സർക്കാർ സർവീസിൽ നിന്നല്ല വലിയ പൊസിഷനിൽ നിന്ന് റിട്ടയർ ചെയ്ത ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളെയും പിന്തുണയ്ക്കാത്ത ആളുകൾ, അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തിറങ്ങുന്ന ആളുകൾ ഈ സമരപന്തലിൽ വരാൻ, അത് ഏജ് ഒരു ബാധകമേ ആയിരുന്നില്ല. ഇപ്പൊ ഈ യൂണിവേഴ്സിറ്റിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു മാഡത്തിന്റെ അച്ഛനും അമ്മയും അവര് റിട്ടയർ ചെയ്ത നല്ല ഒഫീഷ്യൽസ് ആണ്. അവര് പ്രായാധിക്യമാണ്, 80-85 വയസ്സ്. അപ്പൊ ഇവിടുന്ന് മാഡം അവിടെ വന്നിട്ട് അച്ഛനെ അമ്മയും കൂട്ടിയ അച്ഛൻ അവിടെ വരണം. എന്നിട്ട് അച്ഛൻ ഞങ്ങളുടെ കയ്യിൽ പിടിച്ചിരുന്ന് ഇങ്ങനെ കരയോ, AKG ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു, അദ്ദേഹം നിങ്ങളുടെ കൂടെ വന്നേനെ എന്ന് പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞാൽ ഒരു റിട്ടയർഡ് DYSP അദ്ദേഹം വന്നിട്ട് ഇതേപോലെ ഇത് കൈ പിടിച്ച് കരയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ വൈഫ് അദ്ദേഹത്തിന്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഗേറ്റിന് വെളിയിലെത്തിയപ്പോൾ അവർ പറഞ്ഞു എനിക്ക് അവിടെ വന്ന സങ്കടം സഹിക്കാൻ പറ്റത്തില്ല. കാരണം ഞങ്ങൾ അതുപോലെ വെയിലത്താണ്, ഈ കുട്ടികൾക്കൊക്കെ അറിയാം, ഞങ്ങൾ ഇരുന്ന് ഉരുകുകയാണ് ഓരോ ദിവസവും. എല്ലാവരുടെയും ദേഹത്തൊക്കെ സൺബേണും ഒക്കെ ആയി, കുറേ സ്കിൻ ഡിസീസും പ്രശ്നങ്ങളും ഒക്കെ ആയി, പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ ആയി, പലരും ഹോസ്പിറ്റലൈസ്ഡ് ആയി. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അതിജീവിച്ചു പോയത്. അപ്പോൾ ഈ ഇത്തരം വിഷയങ്ങളോട് ഒരിക്കലും പ്രതികരിക്കാത്ത അത്തരത്തിലുള്ള ഒരു അപ്പർ മിഡിൽ ക്ലാസ് അല്ലെ അപ്പർ ക്ലാസ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെ നിരന്തരമായി സമരപന്തലിൽ വരികയും എല്ലാത്തരം പിന്തുണയും ഞങ്ങൾക്ക് നൽകുകയും ചെയ്തു. അപ്പൊ ഇത് ഞങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞാൽ കേരളം ആഗ്രഹിച്ചിരുന്ന ഒരു സമരമാണ്. ഞങ്ങളോട് നിരന്തരം നമ്മുടെ യൂണിയനിലുള്ള ആശാവർക്കർമാർ രാപ്പകൽ സമരം ആരംഭിക്കണം ഇപ്പം അതിന് പാകമായിട്ടില്ല, നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോകട്ടെ എന്ന് കഴിഞ്ഞ 10-12 വർഷമായിട്ട് നമ്മൾ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ എന്തായാലും അവർ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ശരി നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞു. നമ്മൾക്ക് ആ സമയത്ത് ഓർഗനൈസേഷൻ ഉള്ളത് ഈ തെക്കൻ ജില്ലകളിലാണ്, തൃശ്ശൂർ വരെയുള്ള ജില്ലകളിൽ. ബാക്കി എല്ലായിടവും കുറച്ച് ആളുകളെ ഓർഗനൈസേഷൻ ഉണ്ട്, പക്ഷെ വളരെ കുറച്ച് പേരുണ്ട്. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഈ എല്ലാ ആശാവർക്കർമാരും ആഗ്രഹിച്ചിരുന്ന ഒരു സമരമായിരുന്നു ഇത്. എന്ന് പറഞ്ഞാൽ മറയൂരിൽ നിന്ന് ഒരു ആശാവർക്കർ ചെല്ലമ്മ ഒറ്റയ്ക്ക് അവരുടെ മകനെയും വിളിച്ചിട്ട് ഒരു ദിവസം വെളുപ്പിനെ സമരപന്തലിൽ വരികയാണ്. അതുപോലെ ഈ കേരളത്തിന്റെ റിമോട്ടായിട്ടുള്ള വില്ലേജുകളിൽ നിന്ന് അവർ സ്വയം ഈ സമരം നടക്കുന്ന അറിഞ്ഞ് ഒരാളുടെയും പിന്തുണയില്ലാതെ അല്ലെങ്കിൽ ആരെങ്കിലും പ്രേരിപ്പിക്കാതെ തന്നെ എല്ലാ ദിവസവും വെളുപ്പിനെ ചിലർ 15-20 പേരും വരും, അല്ലെങ്കിൽ ഏതൊക്കെങ്കിലുമൊക്കെ സമയത്ത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. വളരെ ആശാവർക്കർമാർ തന്നെ പ്രതീക്ഷിച്ചിരുന്ന ഒരു സമരമാണ് ഇത്തരത്തിലുള്ള ഒരു സമരം. പിന്നെ മറ്റൊന്ന്, കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും അതിൻ്റെ ഒരു ഹിസ്റ്ററിയൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കേരളം സമരങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഒരു നാടാണ്. അത് നവോത്ഥാന മുന്നേറ്റങ്ങൾ, അതിനെ തുടർന്ന് വന്ന തൊഴിലാളി സമരങ്ങൾ, ഇടതുപക്ഷ ആശയങ്ങളുടെ പിൻബലത്തോടുകൂടി ഈ കേരളത്തിലുണ്ടായി വന്ന തൊഴിലാളി സമരങ്ങൾ, അതെല്ലാം കേരളം എന്ന് പറയുന്നത് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് നമ്മളെ വേറിട്ട് നിൽക്കുന്നത് തന്നെ ഇതിൻ്റെ എല്ലാം കൂടി ഒരു പശ്ചാത്തലത്തിലാണ്. ആ ഒരു നാട്ടിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി സമരങ്ങളില്ല. അത് ഓർഗനൈസ്ഡ് സെക്ടറിൽ ഉൾപ്പെടെ നമ്മൾ അവർക്കിപ്പോൾ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളും അവർക്ക് മേലുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും ഇപ്പോൾ KSRTC തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. കേരളത്തിലെ ഏറ്റവും അഭിമാനകരമായി പ്രവർത്തിച്ചിരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം, ഞാൻ കേട്ടിട്ടുള്ളത് വെച്ച് 115 അലവൻസുകൾ വാങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ് KSRTC. പലരും സെക്രട്ടേറിയറ്റിൽ ജോലി ലഭിച്ചവർ അത് രാജിവെച്ചിട്ട് KSRTC പോയ ചരിത്രം നമുക്കറിയാം. കോളേജ് അധ്യാപകരായിരുന്നവർ അത് രാജിവെച്ചിട്ട് KSRTC പോയിട്ടുണ്ട്. അത്തരത്തിൽ ആകർഷകമായിരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഇപ്പോൾ ശമ്പളം കിട്ടണമെങ്കിൽ കോടതി ഇടപെടേണ്ട ഒരവസ്ഥ. ഇപ്പം തിരുവനന്തപുരത്ത് കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് KSRTC പെൻഷൻകാര് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാപ്പകലില്ല, പക്ഷെ എല്ലാ ദിവസവും അവർ കണ്ടിന്യൂസ് ആയിട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴും കേരളത്തിൽ സമരങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പൊ അത് വളരെ വലിയൊരു നിരാശ ഇടതുപക്ഷ
മനസാക്ഷി. ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയോടൊപ്പം നിൽക്കുന്നതല്ല, അതല്ലാത്ത ഒരു ഇടതുപക്ഷ മനസാക്ഷി കേരളത്തിനുണ്ട്. അവർക്ക് വളരെ വലിയ നിരാശയും പ്രയാസങ്ങളും ഒക്കെ അത് നൽകിയിരുന്നു. അവിടെയാണ് ഒരു ബ്രേക്ക് ത്രൂ ആയിട്ട് ഈ മൂവ്മെന്റ് വരുമ്പോൾ, അതുകൊണ്ടാണ് ഞങ്ങൾ രാപ്പകൽ സമര യാത്രയായിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഞങ്ങൾ പോകുമ്പോൾ, ശരിക്കും പറയുന്ന കണക്ക് ഞങ്ങൾക്ക് സാമ്പത്തികവും കാര്യങ്ങളും ഒന്നും നമ്മൾക്ക് എന്തായി തീരുമെന്ന് അറിയത്തില്ല. പക്ഷെ ഞങ്ങൾ കേരളത്തെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ടാണ് ആ യാത്രയ്ക്ക് പോകുന്നത്. പക്ഷെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സ്വീകരണമാണ് ഞങ്ങൾക്ക് 14 ജില്ലകളിലും കിട്ടിയത്. എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ വടക്കൻ ജില്ല കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് എന്ന് പറഞ്ഞാൽ തീ വെയിലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ വന്ന പലർക്കും ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ. പക്ഷെ ഞാൻ കോഴിക്കോട് എവിടെയാണ്, കൊയിലാണ്ടിയിലാണ് തോന്നുന്നു, ചിലപ്പോൾ കൽപ്പറ്റ നാരായണ സാറ് വിയർത്ത് കുളിച്ചൊരു പന്തലിങ്ങനെ ഇരിക്കും, 1.5 മണിക്ക് നമ്മളെ കാത്ത് അവിടെ ഇരിക്കുകയാണ്. അതുപോലെ ഇപ്പം കോഴിക്കോട് സമാപിക്കുമ്പോൾ ഗ്രോവാസ് ചേട്ടൻ അവിടെ നിൽക്കുകയാണ് രാത്രി 7 മണിക്ക് നമ്മളെ കാത്ത്. നമ്മൾ VP സുഗറയാണ് അവിടെ കോഴിക്കോടിന്റെ സമര സഹായ സമിതിയുടെ ചെയർമാൻ. അവിടെ അനാരോഗ്യത്തെ പരിഗണിക്കാതെ 3 ദിവസം ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് 3 ദിവസവും നമ്മളോടൊപ്പം വരികയാണ്. അങ്ങനെ എല്ലാ ജില്ലകളിലും ഇപ്പം എറണാകുളത്ത് സാനുമാഷായിരുന്നു സമരസമിതിയുടെ ചെയർമാന്. അപ്പം രാഷ്ട്രീയ ഭേദമില്ലാതെ ഇത് ഇത്രയും എന്തുകൊണ്ടാണ് ഈ മനുഷ്യരിങ്ങനെ ഇതിനെ ഏറ്റെടുക്കുന്നതെന്ന് ഞങ്ങൾ അത്ഭുതത്തോടു കൂടി നോക്കുമായിരുന്നു. അപ്പം സമര കേരളത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമായിട്ടാണ് കേരളത്തിന്റെ പ്രബുദ്ധ രാഷ്ട്രീയ മനസാക്ഷി ഈ സമരത്തെ കണ്ടത്. അതുകൊണ്ടാണ് അവർക്ക് ഈ കേരളം ഒന്നടങ്കം, ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ ഇവര് റെഗുലറായിട്ട് വരുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് അവിടെ ഞങ്ങളുടെ വോളണ്ടറി വർക്ക് ഉൾപ്പെടെ ഇവരെ പോലെ കുറേ കുട്ടികളുണ്ട്. ഞങ്ങൾക്ക് ഈ സമരം തുടങ്ങുന്നതിന് മുമ്പ് ഇവരെ ആരെയും പരിചയമില്ല. അവരെല്ലാം വന്ന് വോളണ്ടറി വർക്ക്, പിന്നെ അക്കാഡമിക്കലി ഇവരുടെ ആ ഇത് വെച്ചിട്ട് ഈ മൂവ്മെന്റിനെ ഇന്റർനാഷണൽ ലെവലിൽ കൊണ്ടുവന്നെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് നടത്തിയ പ്രവർത്തനങ്ങൾ, ഇവരുടെ ഒരു ബാച്ച് ഉണ്ട്, വളരെ ഗംഭീരമായ ഒരു പ്രവർത്തനമാണ് നടത്തിയത്. അങ്ങനെ നാനാവിധത്തിൽ നിന്നുകൊണ്ട് ഇപ്പം ഡോക്ടർ ജയദേവിക ഇന്റർനാഷണലി നമ്മുടെ ഈ സമരത്തെ കൊണ്ടുവന്നെത്തിക്കുന്ന, ഒരുപക്ഷെ ഞങ്ങൾ ഒരു എഫർട്ട് എടുത്തതിനേക്കാൾ കൂടുതൽ എഫർട്ട് എടുക്കുകയും ഞങ്ങൾ കേട്ടതിനേക്കാൾ കൂടുതൽ പരിഹാസവും ചീത്തവിളിയും കേട്ടോണ്ടിരിക്കുന്ന ആളാണ് ഡോക്ടർ ജയദേവിക. മാഡത്തോടൊപ്പം ഈ കുട്ടികളെല്ലാം, മാഡത്തിന്റെ സ്റ്റുഡൻസ്, അവരുടെ കുട്ടികളെല്ലാം, പിന്നെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള കുറെ കുട്ടികളുണ്ടായിരുന്നു. അവർ ഫണ്ട് റൈസ് ചെയ്യുന്നതിനുൾപ്പെടെ ഈ ബാഗൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പുറത്തുള്ള ആളുകൾ അത് ചെയ്തു, അത് വിൽപ്പന നടത്തി ഞങ്ങൾക്ക് പൈസ തരുന്നു, ഞങ്ങൾക്ക് ബാഗ് കൊണ്ട് തരുന്നു, ബാഡ്ജ് കൊണ്ട് തരുന്നു. അങ്ങനെ നാനാവിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. ആശാ വർക്കർമാർ സമരം തുടങ്ങിയെങ്കിലും പിന്നീട് അതൊരു സാമൂഹിക മുന്നേറ്റമായിട്ട് മാറുന്നതാണ് ഞങ്ങൾക്ക് തോന്നിയത്. എന്തായാലും ഒരു പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ് ഞാൻ കഴിഞ്ഞ 37 വർഷമായിട്ട്. പക്ഷേ ജീവിതത്തിലെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ദിവസങ്ങളാണ്. ഞങ്ങളെയും കുറെ അധികം പാഠങ്ങൾ പഠിപ്പിച്ചു, പരുവപ്പെടുത്തി. കാരണം മാധ്യമങ്ങൾ പ്രത്യേകിച്ച് നമ്മളോട് പലപ്പോഴും ചോദിച്ചിട്ടുള്ളത്, ഒരു വീട്ടിലെ സഹോദരങ്ങളാണെങ്കിൽ പോലും 10 ദിവസം ഒന്നിച്ചിരുന്നാൽ പ്രശ്നങ്ങളുണ്ടാവും, നിങ്ങൾ ഇത്രയും സ്ത്രീകളെ എങ്ങനെ നിങ്ങൾക്ക് ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നു? അത് ഞങ്ങളുടെ ആരുടെയെങ്കിലും പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇതല്ല, മറിച്ച് നമ്മുടെ തീരുമാനങ്ങളെല്ലാം കൂട്ടായിട്ട് വരുന്ന തീരുമാനങ്ങളാണ്. ആരെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ട് ഇങ്ങനെ നടപ്പാക്കണമെന്ന് പറയാറില്ല. നമ്മുടെ രീതി അതല്ല. കൂട്ടായ ആലോചന, കൂട്ടായ ചിന്ത, അതിലൂടെ വരുന്ന തീരുമാനങ്ങൾ. അങ്ങനെയാണ് ഞങ്ങളുടെ എല്ലാ പരിപാടികളും പ്രവർത്തനങ്ങളും സംഘടനയുടെ തുടക്കം മുതൽ നടക്കുന്നത്. അങ്ങനെയാണ് ഈ സമരത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ ബോധമുള്ള, പുതിയ വെളിച്ചങ്ങൾ കിട്ടിയ, അല്ലെങ്കിൽ പുതിയ കാഴ്ചപ്പാടുകളും പുതിയ തിരിച്ചറിവുകളും കിട്ടിയ കുറേ മനുഷ്യരെ, കുറേ ആളുകളെ നമ്മൾ വളർത്തിയെടുത്തു. നമ്മളും വളർന്നു. സമൂഹത്തിന് കുറച്ച് തിരിച്ചറിവുകൾ ഉണ്ടായി. എന്താണ് ശരി, എന്താണ് തെറ്റ്, ഏതിൻ്റെ ഭാഗത്ത് നിൽക്കണം, നമ്മുടെ രാഷ്ട്രീയ വിശ്വാസങ്ങൾക്കപ്പുറത്ത് ശരിയുടെ ഭാഗത്ത് നിൽക്കാൻ ഒന്ന് പരിചിന്തനം ചെയ്യാൻ ഈ സമൂഹത്തിന് കഴിഞ്ഞു. ഒത്തിരി സാമൂഹ്യവും സാംസ്കാരികവുമായി രാഷ്ട്രീയമായും ഒക്കെ ആര് ധാർമ്മികതയോടൊപ്പം നിൽക്കുന്നു, അതൊരു ആശാസമരം ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ധാർമ്മികതയുടെ പക്ഷത്ത് ആർക്ക് നിൽക്കാൻ കഴിയും? ആ പക്ഷത്ത് നിൽക്കുന്ന മുഴുവൻ ആളുകളും ആശാസമരത്തിനോടൊപ്പം നിന്നു. മറുവശത്ത് നിന്നത് ചെറിയൊരു ന്യൂനപക്ഷമാണ്. അവരെ സമൂഹം ഒന്നടങ്കം കൈകാര്യം ചെയ്ത് ഒറ്റപ്പെടുത്തുന്നതുമാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. ഞങ്ങളുടെ സമര പന്തലിൽ വന്നില്ലെങ്കിലും പുറത്തിരുന്നുകൊണ്ട് 10,000-കണക്കിന് മനുഷ്യർ ഈ സമരത്തെ പലതരത്തിൽ പിന്തുണച്ചു. ആ പിന്തുണയാണ് ഞങ്ങളുടെ സമരത്തിന്റെ വിജയം എന്നാണ് ഞങ്ങൾ കണക്കാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ അവരെ പിന്തുണച്ചു. അവർക്ക് കടലിൽ പോകാൻ അറിയില്ല.
പരിചയമില്ലല്ലോ, എക്സ്പീരിയൻസ് ഇല്ലാത്തത് കാരണം. മറിച്ച് ആ കൊണ്ടുവരുന്ന മീൻ ചുമന്നുകൊണ്ട് പോകാനും അത് ഉണക്കാനും അങ്ങനെയുള്ള ജോലി കൊടുത്ത് അവരെ നിലനിർത്തിയത് തിരുവനന്തപുരത്തെ മത്സ്യത്തൊഴിലാളികളാണ്. അപ്പൊ ചരിത്രം എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇതുപോലെയുള്ള ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒത്തിരി എവിഡൻസ് ഉണ്ട്. അപ്പൊ അത് ഉയർത്തുന്ന ന്യായയുക്തതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് എന്ന് അതിന്റെ ആവശ്യകതയും സമൂഹം എന്തുകൊണ്ട് ആ സമരത്തെ പിന്തുണയ്ക്കണം എന്നുള്ളത് ഒരാവശ്യകതയാണ്. ഇപ്പം ചെങ്ങറ ഭൂസമരം നമ്മുടെ ഈ കാലഘട്ടത്തിൽ നടന്ന വലിയൊരു സമരമാണ്. വളരെ യാതനാപൂർണമായ 18 വർഷങ്ങൾക്ക് ശേഷം, ആ സമരത്തിന് ശേഷം ഇപ്പോൾ കേരള സർക്കാർ അവർക്ക് റേഷൻ കാർഡ് കൊടുത്തു, തൊഴിലുറപ്പ് കാർഡ് കൊടുത്തു, അവിടെ കറണ്ട് നൽകും, കുടിവെള്ളം നൽകും എന്നൊക്കെ പുതിയ വാഗ്ദാനം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 18 വർഷം അവരെ വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ട് കിടന്ന ആ വിഭാഗത്തിന്റെ സമരത്തെ കേരളം മകമഴിഞ്ഞ് പിന്തുണച്ചിരുന്നു. ആ സമരത്തെ അന്ന് ജസ്റ്റിസ് പി ആർ കൃഷ്ണയ്യരെ പോലുള്ള ആളുകൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. അദ്ദേഹം നേതൃത്വം നൽകുന്ന ജനകീയ പ്രതിരോധ സമിതി അടക്കമുള്ള സംഘടനകൾ കലവറയില്ലാതെ പിന്തുണച്ചു. ബാക്കി പൊതുസമൂഹത്തിന്റെ പിന്തുണ ആർജിച്ചെടുക്കുവാനും കഴിഞ്ഞു. പിന്നെ കേരളത്തിൽ ഇതുപോലെയുള്ള ഒരു സ്ത്രീ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വതന്ത്രമായിട്ട് ഇങ്ങനെ ഒരു സ്ത്രീ മുന്നേറ്റം ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ സമൂഹം നമുക്ക് നൽകിയ ചില സംഭാവനകളുണ്ടല്ലോ, എന്തും സഹിക്കാനും എന്ത് ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ കുടുംബ വ്യവസ്ഥ നമ്മളെ പരിശീലിപ്പിച്ചിട്ടുണ്ടല്ലോ. അത് പട്ടിണിയാണെങ്കിലും ഇപ്പൊ ഭക്ഷണം ബാക്കിയുള്ളവർക്ക് കൊടുത്തിട്ട് നമ്മള് സ്ത്രീകൾ പൊതുവെ അതിനകത്ത് ചുരുങ്ങും. അങ്ങനെയൊക്കെയുള്ള ഇപ്പൊ മൾട്ടി ടാസ്ക് ചെയ്യും സ്ത്രീകൾ. നമ്മളൊരു കുടുംബനാഥനെ ഇപ്പൊ ഞങ്ങൾക്കൊക്കെ അറിയാം, നമ്മളിപ്പോ നമുക്കൊരു ദിവസം അത്യാവശ്യം അപ്പൊ കുട്ടിയെ സ്കൂളിൽ വിടണം, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണം, അവർക്ക് ജോലിക്ക് പോകണം, അതെല്ലാം കൂടെ അവർക്ക് ചെയ്യാൻ കഴിയില്ല. അത് നമ്മൾ ശീലിച്ചു വന്നു അങ്ങനെ ചെയ്യാൻ. മൾട്ടി ടാസ്ക് ചെയ്യാൻ സ്ത്രീകൾ ഭയങ്കര ശേഷിയുള്ളവരാണ്. അപ്പൊ അതെല്ലാം കൂടെ കൊണ്ട് അതെല്ലാം നമുക്കുണ്ട്. ആ ശേഷിയെല്ലാം ഈ സമൂഹം നൽകിയതാണ് അതെല്ലാം. അപ്പോൾ സമൂഹത്തിന്റെ ഒരു മേധാവിത്വപരമായ ഘടനയിൽ നിന്നാണ് ഇതെല്ലാം വന്നത്. എങ്കിലും അതിലൂടെ നമ്മൾ കുറെ ശേഷികളൊക്കെ ആർജിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പം ഞങ്ങളുടെ സമരപന്തലിൽ സ്ഥിരമായി വന്നുകൊണ്ട് ഇപ്പം ഇലക്ഷൻ നിൽക്കുന്ന രാജിയുടെ ഹസ്ബൻഡ് ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്യുന്ന ആളാണ്. പുള്ളിക്കാരനെ ഡയാലിസിസിന് വിട്ടിട്ട് ചിലപ്പോൾ രാജി ഹോസ്പിറ്റലിലേക്ക് പോകത്തില്ല പുള്ളിയുടെ കൂടെ. പുള്ളി ഒറ്റയ്ക്ക് പോകും. പുള്ളി അത് തയ്യാറാകും രാജിയെ വിട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് സമരപ്പന്തലിൽ. എന്നാൽ രാജി സമരപ്പന്തലിൽ വരേണ്ടുന്ന ഒരു ആവശ്യകതയുണ്ട്. രാത്രിയിൽ അവിടെ വന്നിടുന്ന് തുടങ്ങും. അപ്പോൾ ഡയാലിസിസ് ചെയ്യുന്ന ഒരാളെ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ വിട്ടിട്ട് അതിനുള്ള ഒരു തന്നേടം രാജി ക്രമേണ ആർജിച്ചെടുത്തു. അതുപോലെ ഒത്തിരി പേരുണ്ട് വീട്ടിൽ. ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾ ഉള്ള സ്ത്രീകളുണ്ട്, ആശാവർക്കർമാരുണ്ട്. അവരെ ഒറ്റയ്ക്ക് ഇട്ടിട്ടൊക്കെ വന്ന് ഭക്ഷണം, ചെവി കേൾക്കാത്ത കണ്ണ് കാണാത്ത കുടുംബാംഗങ്ങളൊക്കെ ഉള്ള ആളുകൾ, അവരുടെ ഓരോരുത്തരുടെയും കഥകൾ, അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഈ 266 ദിവസം ഇരുന്ന് ഞങ്ങൾ അവരുടെ ജീവിതം കാണുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യായിരുന്നു. അതുകൊണ്ട് സമരപ്പന്തൽ വിട്ടുപോയപ്പോ അന്ന് ഇദ്ദേഹം മൈത്രി അവിടെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അത് വൈകാരികമായി ആ സമരപ്പന്തൽ ഒഴിഞ്ഞു പോയത്? കാരണം അവർക്ക് ഇന്ന് വരെ കിട്ടാത്ത ഒരു സുരക്ഷിതത്വം. ആകെ 4 കമ്പിക്ക് മേലൊരു ഷീറ്റ് കെട്ടിയതാണ്. പക്ഷെ ആ രൂപമല്ല, സ്ട്രക്ചർ അല്ല, അതിനപ്പുറത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ലൈഫ്. ആ ലൈഫ് എന്ന് പറയുന്ന ഭയങ്കര ഒരു ഓജസ്സും തേജസ്സും ഉള്ള ഒരു ലൈഫായിരുന്നു. അവിടെ നമ്മൾ ഇവിടെ എന്തുകൊണ്ട് വന്നാലും എത്ര കുറച്ചളവാണെങ്കിലും അതെല്ലാവർക്കും കിട്ടുന്നത് പോലെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ പങ്കുവെക്കുക. അവിടെ ഇന്നയാൾക്ക് കൂടുതൽ ഇന്നയാൾക്ക് കുറവ് അങ്ങനെയൊന്നുമില്ല. പിന്നെ അവരുടെ ഓരോരുത്തരുടെയും ജീവിതം നമുക്കൊരു സിനിമയോ പുസ്തകമൊക്കെ ആക്കാൻ പറ്റുന്നതാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബത്തിന്റെ മൊത്തം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേറൊരു പിന്തുണയും ഇല്ലാത്ത സ്ത്രീകൾ. അപ്പൊ ഒരുപക്ഷെ അവരെ മനുഷ്യനായി ഇത്രയധികം പരിഗണിച്ച വേറൊരു സ്ഥലം ഉണ്ടാവില്ല. അവർ വരുമ്പോൾ അവരോട് അവരുടെ വീട്ടിൽ ഈ ദുഃഖങ്ങളും എല്ലാമായിട്ട് അവർ കയറി ചെല്ലുമ്പോൾ അവരോട് ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കാൻ ഒരാളും ഉണ്ടാവില്ല, അല്ലെങ്കിൽ മുഖം പാടിയിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കാൻ ഒരാളും ഉണ്ടാവില്ല. പക്ഷെ സമരപ്പന്തലിൽ വരുമ്പോൾ അവരോട് അത് ചോദിക്കാൻ ഒരു 10 പേരോ 20 പേരോ അവിടെ ഉണ്ടാവും. കഴിച്ചില്ലെങ്കിൽ കഴിക്കുക, എന്താ വയ്യായികയാണോ, ഇതില്ല. അത് അവരുടെ ജീവിതത്തിലെ വളരെ വലിയ അനുഭവമായിരുന്നു. അവര് പലരും പറയുന്നതാണ് ഈ സമരപ്പന്തല് നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാമായിട്ട് പോയി സ്വസ്ഥത ഇല്ലാതാകും. പക്ഷെ സമരപ്പന്തലിൽ വരുമ്പോൾ ഞങ്ങൾക്ക് വേറൊരു സന്തോഷത്തിന്റെയും കരുതലിന്റെയും ഒരു ചേർത്ത് പിടിക്കലിന്റെയും എല്ലാം ഒരു ഇടമായിരുന്നു. അപ്പൊ അത് ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ അവര് ഹൃദയം പറയുന്ന വേദനയോടെയാണ് ആ സ്ഥിരമായി സമരപ്പന്തലിൽ വന്നുകൊണ്ടിരുന്ന ആശാ വർക്കർമാരെല്ലാം പോയത്. ഇപ്പോഴും പലരും രാവിലെ അവിടെ വന്ന് കുറച്ചു നേരം സമരപ്പന്തലിന്റെ മുന്നിലൊക്കെ നിൽക്കും എല്ലാ ദിവസവും വന്ന്. അത്രയ്ക്ക് അവർക്ക് അവരുടെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് നമ്മുടെ സമരപ്പന്തലിൽ നിൽക്കുകയാണ്. അപ്പം ഇത് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ജീവിതത്തിൽ അവര്
കുറേ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ സഹിക്കാൻ അവർ പ്രാപ്തമാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പരിമിതികളും ബുദ്ധിമുട്ടുകളും ഒക്കെ അതിജീവിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതൊരു പക്ഷേ ഒരു സ്ത്രീ തൊഴിലാളി സമരം ആയതുകൊണ്ടായിരിക്കാം. ഇപ്പോഴത്തെ ഒരു പറഞ്ഞാൽ നമ്മളിപ്പോൾ അയ്യങ്കാളിയുടെ ചരിത്രമൊക്കെ പറയുമ്പോൾ അത് വേറൊരു കാലഘട്ടത്തിലാണ്. അത് സ്വാഭാവികമായി അങ്ങനെയുള്ള മുന്നേറ്റങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായി വരേണ്ടെന്നാണ് സമൂഹം മുന്നോട്ട് പോകുന്ന ഒരു ജനാധിപത്യവൽക്കരണത്തിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ. പക്ഷെ ഇപ്പോൾ ആളുകൾ അങ്ങ് ഇതെല്ലാം ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞിട്ട് പുറകോട്ട് പോയി നിരാശയിലും ഒരു ബുദ്ധിപ്രയാസങ്ങളിലും ഒക്കെ എന്ന് പറഞ്ഞാൽ പഴയ തലമുറ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത പ്രൊഫസർ അരവിന്ദാക്ഷ സാറാണ്. സത്യം പറഞ്ഞാൽ സാറൊക്കെ പറയുന്നതായിട്ട് നമുക്ക് വിഷമം വരും. സാറ് അവരുടെയൊക്കെ നല്ല ജീവിതകാലം മുഴുവൻ അവരുടെ സമ്പത്തും ആരോഗ്യവും എല്ലാം കൊടുത്ത് വളർത്തിയെടുത്ത് അവർ വിശ്വസിച്ച ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇപ്പോഴത്തെ പോക്ക് കണ്ട് അവർ വളരെ പ്രയാസത്തിലാണ്, വളരെ ബുദ്ധിമുട്ടിലാണ്. കഴിഞ്ഞ ദിവസം ഒരു അവിടുത്തെ KSRTC പെൻഷനർ പുള്ളി പറഞ്ഞ 1975 CPM മെമ്പർഷിപ്പ് എടുത്ത ആളാണ് ഞാൻ. 50 വർഷമായി. ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്ത ഒരു പ്രസ്ഥാനമായിട്ട് അത് മാറി എന്ന് അവർ പറയുമ്പോൾ, നിങ്ങൾ ഏത് പൊളിറ്റിക്സ് ആണെന്ന് എനിക്കറിയത്തില്ല, എന്തായാലും മനുഷ്യൻ പച്ചയായി ഇതിങ്ങനെ വന്ന് പറയുകയാണ്. അപ്പോൾ പിന്നോട്ട് പോക്ക് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നേരിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ നിരാശയിലും എല്ലാം ഇനി ഒന്നും നടക്കില്ല എന്നൊക്കെയുള്ള ഒരു നിഗമനത്തിൽ അല്ലെങ്കിൽ അത്തരം ഒരു കൺക്ലൂഷനിൽ എത്തി നിൽക്കുന്ന ഒരു സമയത്ത് ഉണ്ടായി വന്ന ഒരു സമരം എന്നുള്ള നിലയിൽ അതിൻ്റെതായ ഒരു പ്രാധാന്യം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ സംസാരിക്കുന്നുണ്ട് ബുദ്ധിമുട്ട്. കഴിഞ്ഞ ദിവസം പരോമിത വോറയുടെ ഒരു ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചിരുന്നു. വർക്കിംഗ് ഗേൾസ് എന്നാണ് അതിൻ്റെ പേര്. വളരെ 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 മനോഹരമായ ഒരു ഡോക്യുമെന്ററിയാണ്. കേരളം വളരെ ഗൗരവത്തിൽ കേരളം അല്ല, ഇന്ത്യ പറഞ്ഞാൽ നമ്മുടെ ഭരണാധികാരികൾ നമ്മുടെ നേട്ടങ്ങളെക്കുറിച്ച് ലോകത്താകമാനം നടന്ന് പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടുത്തെ 50% വരുന്ന സ്ത്രീകളുടെ നല്ലൊരു ശതമാനവും മനുഷ്യനെന്ന് പറയാൻ കഴിയാത്ത തരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ജീവിതമാണ് അവർ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അവിടെ നേരിട്ട് അവരുടെ ജീവിതത്തിലേക്ക് ചെന്ന് അവരുമായിട്ട് സംസാരിച്ച് അവരുടെ തൊഴിലൊക്കെ പകർത്തിയെടുത്ത് അതിൽ കരകാട്ടം നടത്തുന്നവരുണ്ട്, അണ്ടം വിറ്റ് ജീവിക്കുന്ന സ്ത്രീകളുണ്ട്, അതിൻ്റെ ഏജന്റുമാരായവരുണ്ട്, ആശാ വർക്കറുണ്ട്, സെക്സ് വർക്കേഴ്സ് ഉണ്ട്, കരിമീൻ തോട്ടത്തിൽ പണിയെടുക്കുന്ന സ്ത്രീകളുണ്ട്. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു 100 വർഷം മുമ്പ് നടന്ന കാര്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെയല്ലേ? ഏതാനും മാസത്തിന് മുമ്പ് അവരുടെ അടുത്ത് പോയി എടുത്ത സാധനമാണിത്. അപ്പോൾ നമ്മൾ വളരെ ഒരു പുരോഗമിച്ച ഒരു സംസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അത് കാണുമ്പോൾ നമുക്ക് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് ചിലപ്പോൾ നാണം തോന്നും ഈ സമൂഹത്തിൽ ജീവിക്കും. എന്ന് പറഞ്ഞാൽ ബോംബെയിലെ ഒരു ചേരിയിലാണ് ഈ അണ്ടം വിൽക്കുന്ന സ്ത്രീ ജീവിക്കുന്നത്. അവർ 15 വർഷം ജീവിച്ച ഒരു വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു. പറഞ്ഞാൽ അവിടുത്തെ ഒരു ചേരിയാണ്. അത് ഞാൻ വീടെന്നൊന്നും പറയാൻ പറ്റത്തില്ല, സൂര്യപ്രകാശം അവിടെ കടക്കത്തില്ല. അതേപോലെ വലിയ മൾട്ടി സ്റ്റോറിഡാണ്. അത് സൂര്യപ്രകാശമില്ല. അതേപോലെ എല്ലാം അഴുക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക്, അവർ വളരെ മെലിഞ്ഞ ഒരു സ്ത്രീയാണ്, അവർക്ക് ഇങ്ങനെ നടന്നു പോകാൻ പറ്റത്തില്ല വഴി, അതേപോലെ വഴിയാണ്. അതിങ്ങനെ ഇങ്ങനെ 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 വഴികളാണ് അവിടെ എന്ന് പറഞ്ഞാൽ. ബോംബെ എന്ന് പറഞ്ഞാൽ ഇത് ബോംബെ എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്വർഗ്ഗം പറഞ്ഞ് ഓടിപ്പോകുന്ന ഒരു സ്ഥലത്ത് അവിടെ മനുഷ്യൻ, അപ്പോൾ എന്തൊരു ജീവിതമായിരിക്കാം മനുഷ്യൻ. ഒരിക്കലും സൂര്യപ്രകാശം കാണാതെ, ഒരിക്കലും കാറ്റും വെളിച്ചവും കയറാതെ മനുഷ്യൻ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ ജീവിതം പറയുമ്പോഴാണ് നമ്മൾ അവിടെ ആന്ധ്രാപ്രദേശിലെ ഒരു മൂവ്മെന്റിന്റെ അവർ കാണിക്കുന്നുണ്ട്. വീട്ടു ജോലിക്ക് വന്ന ഒരു സ്ത്രീ കരഞ്ഞോണ്ട് പറയുന്നവർക്ക് മാസം 500 രൂപയാണ് ഒരു വീട്ടിൽ നിന്ന് കിട്ടുന്നത്. 500 രൂപയാണ്. എങ്ങനെ ജീവിക്കും അവർ? അപ്പോൾ അവിടെ നമ്മുടെ ആശാവർക്കർമാരെ കാണിക്കുന്നത് ആശാ സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ്. നമ്മുടെ പരമിത വോറ ഇന്റർവ്യൂ നടത്തുന്ന അല്ലെ അവരോട് സംസാരിക്കുന്ന നമ്മുടെ ആശാ ഫൈറ്റേഴ്സ് എല്ലാം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള അഭിപ്രായങ്ങളും മറുപടികളും പറയുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഒരു വ്യത്യാസം. ബാക്കി ആർക്കും ഇതിന്റെ എന്താണ് കാരണം, ആരോ സമരം ചെയ്യണോ, സമരം എങ്ങനെ ചെയ്യും, എന്താണ് ചെയ്യേണ്ടുന്നത്, ആര് നമ്മുടെ കൂടെ നിൽക്കും ഒന്നും അവർക്കറിയത്തില്ല. ഇത് കരയാണ്. ആ വീട്ടു ജോലിക്ക് പോകുന്ന സ്ത്രീ എനിക്ക് 500 രൂപ കിട്ടുന്നുള്ളൂ. ഒരു ആശാവർക്കർ, വേറൊരു സ്റ്റേറ്റിലെ ആശാവർക്കർ, അവർക്കും വളരെ കുറച്ച് ഓണററി ഏതാണ്ടായി കിട്ടുന്നുള്ളൂ. അപ്പം കോവിഡിന്റെ സമയത്ത് ഞങ്ങളെല്ലാം രാപകൽ കഷ്ടപ്പെട്ടു. പക്ഷെ ഒന്നുമില്ല. ഈ അണ്ടം വയ്ക്കുന്ന സ്ത്രീയെ അവർ പിന്നീട് ഏജന്റായി. അവർ പറയുന്നത് ഇതൊരു മോശപ്പെട്ട ജോലിയാണ്, പക്ഷെ ഞാനത് ചെയ്യാൻ നിർബന്ധിതമാകുന്നു. അതുകൊണ്ട് അവർക്കൊരു മനുഷ്യോചിതമായ ഒരു വീട്, അവർക്ക് മക്കൾക്കും ജീവിക്കാൻ ഒരു സൂര്യപ്രകാശം കയറുന്ന ഒരു വീട് അവർക്ക് കിട്ടി. അപ്പൊ അത് കാണുമ്പോൾ ശരിക്കും നമ്മുടെ കേരളത്തിന്റെ ഒരു
വ്യത്യസ്തതയും മൂവ്മെന്റിന്റെ വ്യത്യസ്തതയും ഇത്തരം മൂവ്മെന്റുകളാണ് വേണ്ടുന്നത് എന്നുള്ള ഒരു സ്ഥാപിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാം കൂടി ഒരു പരിപ്രേക്ഷ്യത്തിൽ വേണം കേരളത്തിൽ നടന്ന ആശാ സമരത്തെ കാണാൻ എന്നുള്ളതാണ്. ഇനി ഞാൻ സംസാരം നിർത്താം, നിങ്ങൾ സംസാരിക്കും. മുഴുവനായിട്ടും സ്ത്രീകൾ തന്നെയാണ്. ആശാ, അംഗൻവാടി, മിഡ് ഡേ മീൽ ആണ് സ്കീം വർക്കേഴ്സ്. നമ്മൾ ദേശീയ തലത്തിലെ ഒരു കണക്കെടുത്ത് നോക്കിയാലും ഏകദേശം അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് ഒരു ഗ്ലോബലൈസേഷന്റെ കാലഘട്ടത്തിലെ സവിശേഷമായ അംഗൻവാടി അതിനു മുൻപ് സിൻസ് 44 years ഐ തിങ്ക് ഉള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിൽ ആശാ വർക്കേഴ്സ് വളരെ കുറച്ചെണ്ണമേ ഉള്ളൂ, കുറച്ച് പേരേ ഉള്ളൂ. കേരളത്തിൽ 26,125 ആശമാരുണ്ട്. അവിടെ എന്തോ 3,000-4,000 കണ്ടുള്ളതാണ് തോന്നുന്നത്. അവിടെ JPHN മാരാണ് കൂടുതലുള്ളത്. നേരത്തെ അംഗൻവാടി ഈ ആശാ വർക്കർമാർ വരുന്നതിന് മുൻപ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് JPHN മാരാണ്. അപ്പോൾ JPHN എന്ന് പറഞ്ഞാൽ അത് സർക്കാർ നിയമിക്കുന്ന, പരീക്ഷ എഴുതി പാസ്സായി നിയമിക്കുന്ന, ജോലിയിൽ കയറുന്ന സർക്കാർ ജീവനക്കാരാണ്. അപ്പോൾ അവർക്ക് മിനിമം വേജ് അല്ലെങ്കിൽ അവർക്ക് സാലറി, അതിനു ബദ്ധമായിട്ടുള്ള മറ്റെല്ലാ അവകാശങ്ങളും അവർക്കുണ്ട്. സേവന വേതന വ്യവസ്ഥകളെല്ലാം ഉണ്ട്. അപ്പോൾ ഒരു മിനിമം 35,000-40,000 രൂപ സാലറി വാങ്ങിച്ച് മറ്റ് എല്ലാ അവകാശങ്ങളോടും കൂടി ജോലിയെടുത്തുകൊണ്ടിരുന്ന JPHN മാരെന്ന് പറയുന്ന അവരുടെ എണ്ണം വളരെ കുറഞ്ഞു വന്നു ഈ 18 വർഷം കൊണ്ട്. അവിടെയാണ് അതിന് പറഞ്ഞ് നമുക്ക് 7,000 രൂപ കൊടുത്ത് ഈ സ്ത്രീകളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഗ്ലോബലൈസേഷന്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ചീപ്പ് ലേബറിനെ ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി ഈ മൊത്തത്തിൽ അടിമുടി മാറ്റം വന്ന് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും തൊഴിലിന്റെ സ്ഥിരതയൊക്കെ എല്ലാം പ്രശ്നങ്ങളാണല്ലോ, പ്രതിസന്ധിയിലാണല്ലോ. അപ്പോൾ പിന്നെ മറ്റൊരു വശത്ത് വിലക്കയറ്റവും ചാർജ് വർധനവുകളും എല്ലാം കൂടി വരുമ്പോഴത്തേക്ക് കിട്ടുന്ന തുച്ഛമായ, വീട്ടിൽ പുരുഷന്മാരാണ് ഏൺ ചെയ്യുന്നതെങ്കിൽ ആ തുക കൊണ്ട് ജീവിക്കാൻ കഴിയുന്നില്ല. പണ്ട് നമുക്ക് ആരോഗ്യ അസുഖം വന്നാൽ സർക്കാർ ആശുപത്രി പോയി പൈസ കൊടുക്കണ്ട, കുട്ടികളെ സ്കൂളിൽ വിടാൻ പൈസ കൊടുക്കണ്ട. നമ്മൾ ഡിഗ്രി വരെയൊക്കെ പഠിച്ചപ്പോഴൊക്കെ വലിയ സ്കൂളിൽ പോകുന്നതിനൊന്നും അന്ന് വലിയ കാശൊന്നും ചെലവാക്കണ്ടല്ലോ. പക്ഷെ ഇപ്പൊ എല്ലാം പൈസ കൊടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ളത് കൊണ്ട്, ഞാൻ കേരളത്തിന്റെ ഒരു പരിപ്രേക്ഷ്യത്തിലാണ് ഇത് പറയുന്നത്, എല്ലാവരും തൊഴിലെടുക്കാൻ നിർബന്ധിതമാകുന്നു. അപ്പോൾ സർക്കാർ ആ സാഹചര്യങ്ങളെല്ലാം, ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്, അങ്ങനെയല്ല നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു തൊഴിലാളികളെ മാക്സിമം ചൂഷണം ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവരെ കൊണ്ട് ഈ ആശാവർക്കർമാർ ജോലിക്ക് കയറുമ്പോൾ ആഴ്ചയിൽ 4 മണിക്കൂർ പണിയെടുത്താൽ മതി എന്നുള്ളതായിരുന്നു വ്യവസ്ഥ. അതിപ്പോ നിങ്ങൾ അതിനായിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. പള്ളിയിൽ പോകുമ്പോഴോ അമ്പലത്തിൽ പോകുമ്പോഴോ ചന്തയിൽ പോകുമ്പോഴോ 1000 പോപ്പുലേഷൻ ഒരു ആശ എന്നുള്ളതാണ്. അപ്പൊ അവിടെ കയറി എത്ര സ്ത്രീകൾ ഗർഭിണികളായിട്ടുണ്ട്, എത്ര കുഞ്ഞുങ്ങളുണ്ട്, അത് രേഖപ്പെടുത്താൻ പോലും വേണ്ട, ചെയ്താൽ മതി. അതായിരുന്നു ആദ്യത്തെ പണി. അപ്പൊ അതിനു മുമ്പ് MSS എന്ന് പറയുന്ന മഹിളാ സ്വസ്ഥ സംഘം എന്ന് പറയുന്ന ഒരു ഇതേപോലെ അത് വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ JPHN മാരൊക്കെ കൂടുതലുണ്ടായിരുന്നതാണ്. അപ്പൊ അവരാണ് ഈ ആശാ വർക്കറായിട്ട് കുറേയധികം പേര് മാറിയിട്ടുണ്ട്. പിന്നെ ഈ ആശാ വർക്കർ വന്ന്, പക്ഷെ ഇപ്പൊ ഒരു 24/7 പണിയെടുക്കേണ്ടുന്ന അവസ്ഥയായിരുന്നു നമ്മുടെ സമരത്തിന് മുൻപ് വരെ. കാരണം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന മുഴുവൻ കാര്യങ്ങളും അത് നമ്മുടെ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ മൊത്തം കാര്യങ്ങളും ചെയ്യേണ്ടുന്നത് ആശാ വർക്കർമാരാണ്. ഇപ്പൊ നമ്മുടെ ഹെൽത്ത് സിസ്റ്റം നമ്പർ 1 ആണ് എന്ന് മിനിസ്റ്റർ പറയുമ്പോൾ അതിനുവേണ്ടി ഏറ്റവും താഴെ തട്ടിൽ കിടന്ന് പണിയെടുക്കുന്നത് ആശാ വർക്കർമാരാണ്. 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള എത്ര കുട്ടികളുണ്ട്, അഡോളസൻസിൽ എത്ര ആൺകുട്ടികളുണ്ട്, എത്ര പെൺകുട്ടികളുണ്ട്, അവരുടെ ഏരിയയിൽ എത്ര കിഡ്നി പേഷ്യന്റ് ഉണ്ട്, എത്ര ഹാർട്ട് പേഷ്യന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യന്റ് എത്ര ഉണ്ട്, പ്രഷർ ഉള്ളവർ എത്ര ഉണ്ട്, ഇതിന്റെ മൊത്തം ഡീറ്റെയിൽസും സൂക്ഷിക്കുന്നത് ആശാ വർക്കറാണ്. എവിടെയെങ്കിലും പെട്ടെന്നൊരു അസുഖം പൊട്ടിപ്പുറപ്പെട്ടാൽ അതിന്റെ ഉറവിടം കണ്ടെത്തി അതിന്റെ സമീപത്തുള്ള മുഴുവൻ ആളുകൾക്കും അതിന്റെ നിർദ്ദേശങ്ങളെ കൊടുത്ത് മരുന്ന് കൊടുത്ത് ഇത് എന്താണ് ശരിക്കും അതിന്റെ താഴെ തട്ടിൽ മുഴുവൻ വർക്ക് ചെയ്യുന്ന ആശാ വർക്കർമാരാണ്. അപ്പോൾ ജോലി കൂടുന്നതനുസരിച്ച് ഇപ്പോൾ ഞങ്ങളുടെ സമരം തുടങ്ങിയപ്പോൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വാദഗതി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഏറ്റവും കൂടുതൽ സാലറി കൊടുക്കുന്നത് കേരളത്തിലാണ് എന്നുള്ളതാണ്. അതാണ് അതിനെ പറഞ്ഞു 7,000 എന്നായെന്നറിയാമോ? 7,000 ആയത് 2023 നവംബറിലാണ് ഏറ്റവും അവസാനം 1000 രൂപ വർദ്ധിച്ചപ്പോഴാണ് 7,000. ഞങ്ങൾ ഓർഗനൈസേഷൻ 12 വർഷത്തിന് മുമ്പ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇവിടെ ആശാ വർക്കർമാരുടെ വേതനം 500 രൂപയായിരുന്നു.
500 രൂപയിൽ നിന്നാണ് നമ്മൾ നിരന്തരമായി ഇപ്പം ഈ നടത്തിയതുപോലെ അല്ലെങ്കിലും നമ്മൾ സ്ഥിരമായി സമരം നടത്തിയാണ് ഇത് വർദ്ധിപ്പിച്ചത് 7000 രൂപയിലേക്ക് എത്തിയത്. അപ്പം ആ 7000 രൂപ എന്ന് പറയുമ്പോൾ അത് ഡിവൈഡ് ചെയ്താൽ ഒരു ദിവസം 232 രൂപയുള്ളൂ. അതിന് തന്നെ നേരത്തെ ഇവിടെ പറഞ്ഞ 10 ക്രൈറ്റീരിയ ഉണ്ട്. ആ 10 ക്രൈറ്റീരിയ പൂർത്തിയാക്കുന്നവർക്ക് 7000 രൂപ കിട്ടത്തുള്ളൂ. പിന്നെ ഈ ഓണററി ഇൻസെൻറ്റീവും എല്ലാ മാസവും കൃത്യമായിട്ട് കിട്ടാറില്ല. ഓണററി ഒരു മാസം കിട്ടിയാൽ പിന്നെ ഒരു 3 മാസം കഴിഞ്ഞായിരിക്കും ഇൻസെൻറ്റീവ് കിട്ടുന്നത്. അപ്പോൾ ഈ വീട്ടുവാടകയ്ക്ക് കൊടുക്കേണ്ടവരും മരുന്ന് വാങ്ങിക്കേണ്ടവരും കടം വീട്ടേണ്ടവരും ഒക്കെ ഇതിങ്ങനെ പല സമയമായിട്ട് കിട്ടിയാൽ അതുകൊണ്ടൊരു പ്രയോജനമില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇത് നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഓരോ ദിവസം കഴിയുന്നതോറും മോശപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ത് തൊഴിലെടുക്കാനും ആളുകൾ നിർബന്ധിതമാകും. അപ്പോൾ സർക്കാരിൻ്റെ പോളിസികളുടെ ഭാഗമായി ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ സാമൂഹികമായും സാമ്പത്തികമായും എല്ലാ പിന്നോക്കാവസ്ഥയും അനുഭവിക്കുന്നവരാണ് ഏത് സ്റ്റേറ്റിലെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഈ സാമ്പത്തിക ചൂഷണത്തിനും തൊഴിൽ ചൂഷണത്തിനും വിധേയരായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെയും നമ്മൾ മൊത്തത്തിലൊരു കണക്കെടുത്ത് നോക്കിയാൽ അങ്ങനെ തന്നെയാണ്. ഏവർക്കും അറിയാം, ഒന്ന് നമ്മൾ വെച്ച ഡിമാൻഡ് ഓണറേറിയം വർദ്ധിപ്പിക്കുക. 232 രൂപയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. വിരമിക്കുന്ന സമയത്ത് ഒരു റിട്ടയർമെന്റ് ബെനിഫിറ്റ് എന്നുള്ള നിലയിൽ ഒരു 5 lakh rupees നൽകണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അപ്പോൾ തുടക്കം മുതൽ ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീമാണ്, അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അത് എല്ലാ സ്റ്റേറ്റിലും ഓണറേറിയം നൽകുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റാണ്. ഇവിടെ 7000 രൂപ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നത് 7000 രൂപ ഉണ്ടായിരുന്നുള്ളൂ ഇവർ കയറുമ്പോൾ. 7000 രൂപ വരെ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ കോൺട്രഡിക്ഷൻ ഉണ്ട് പറയുന്നതിൽ. ഞങ്ങൾ വർദ്ധിപ്പിച്ചു, അപ്പോൾ വീണ്ടും നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഞങ്ങളല്ല വർദ്ധിപ്പിക്കേണ്ടതെന്നാണ്. പിന്നെ ബംഗാളിൽ 2020 മുതൽ ആശാ വർക്കേഴ്സിനും അംഗൻവാടി വർക്കേഴ്സിനും 3 lakhs rupees റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതത് 2023 5 ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഹരിയാനയിൽ 2 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. നമ്മുടെ സമരം തുടങ്ങിയതിന് ശേഷം ആന്ധ്രയിൽ 1.5 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു. പോണ്ടിച്ചേരിയിൽ 10,000 രൂപയായിരുന്നു ഓണറേറിയം, അത് 18,000 രൂപയായിട്ട് ഒറ്റയടിക്ക് അവർ വർദ്ധിപ്പിച്ചു. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അത് കൊടുക്കേണ്ടുന്നത് എന്നത് പകൽ പോലെ വ്യക്തമായിട്ടും 1000 രൂപ വർദ്ധിപ്പിക്കുന്നത് വരെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം ഞങ്ങളല്ല വർദ്ധിപ്പിക്കേണ്ടത് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പ്രത്യേകിച്ചും അവരുടെ ട്രേഡ് യൂണിയൻ അതിൻ്റെ നേതാക്കന്മാർ ശ്രീ എളമര കരീമും ശ്രീ ഗോപിനാഥനും അടക്കമുള്ള ആളുകൾ അത് ഒരു പക്ഷേ അത് വളരെ വളരെ മോശപ്പെട്ട ഒരു കീഴ്വഴക്കം നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ഉണ്ടാക്കുന്നതാണ്. കാരണം ഒരു സമരം നടക്കുന്നു, സമരത്തിന്റെ ന്യായയുക്തതയെക്കുറിച്ച് സംസാരിക്കണം, വ്യക്തികളെ കുറിച്ച് മോശം പറയപ്പോൾ എന്താണ് രോഗങ്ങൾ പരത്തുന്ന കീടാണുവാണ് എന്നൊക്കെ നമ്മുടെ സമര നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകളെ കുറിച്ച് അവരെ പോലെയുള്ള വളരെ പോപ്പുലറായിട്ടുള്ള ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ പറയുമ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള പറച്ചിലുകൾ, ഇടപെടലുകൾ, കൈകാര്യം ചെയ്യലുകൾ ഇത് ട്രേഡ് യൂണിയൻ തലത്തിലോ രാഷ്ട്രീയ തലത്തിലോ മാത്രം നിൽക്കുന്നതല്ല, ഇത് സമൂഹത്തെ ഒന്നടങ്കം ബാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രണയം നിരസിച്ചാൽ പെട്ടെന്ന് അവരെ പെട്രോൾ ഒഴിച്ചു കൊല്ലോ, വീട്ടിൽ കയറി കുത്തിക്കൊല്ലോ. ഇത് ഇവർക്ക് എവിടെ നിന്നാണ് ഈ പാഠം വരുന്നത്? ഞാൻ ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആള്, ഞാൻ നാളെ മുതൽ ആ രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ നീ ഇനി വേണ്ട എന്നുള്ള രീതിയിൽ കൈകാര്യം ചെയ്ത് കണ്ടുവരുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഒന്നിനെ നിഷേധിക്കുമ്പോൾ അവനിനി ആണായാലും പെണ്ണായാലും ഈ സമൂഹത്തിൽ വേണ്ട എന്ന് തീരുമാനമെടുക്കുന്നതിലേക്ക് വളരെ സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു സമരം നടക്കുമ്പോൾ സമരത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുക. ഇപ്പോൾ ചെറുകാടിന്റെ ജീവിതപാതയിൽ അതിനകത്തുള്ളത് അന്ന് കോൺഗ്രസ് സമ്മേളനമൊക്കെ നടത്തുമ്പോഴത്തേക്ക് അത് കലക്കാൻ വേണ്ടിയിട്ട് നീർക്കോലിയെ പിടിച്ചിട്ട് പപ്പത്തണ്ടിനകത്ത് കയറ്റിയിട്ട് അവിടെ ആളുകള് കൂടിയിരിക്കുന്നിടത്തേക്ക് അവരറിയാതെ കൊണ്ട് ഈ നീർക്കോലി ഇട്ട് കൊടുക്കും. അപ്പൊ പാമ്പെന്ന് വിളിക്കുമ്പോഴത്തേക്ക് സമ്മേളനം കലങ്ങിപ്പോവും. അത് അതിന്റെ പുതിയ വെർഷനാണിത്. ആളുകളെ ചീത്ത പറഞ്ഞ് അവരെ അപഹസിച്ച് അപമാനിച്ച് നമ്മള് പേഴ്സണലായിട്ട് നമുക്ക് വിഷമം വരുമല്ലോ. പക്ഷെ ഞങ്ങൾക്ക് വിഷമം വന്നില്ല. ഇത് ഞങ്ങൾ പേഴ്സണലായിട്ട് എടുത്തില്ല. ഞങ്ങൾ ഇപ്പൊ കമന്റുകൾ നിങ്ങൾ നോക്കിയാൽ അറിയാം എത്ര മോശം കമന്റുകളാണ് വരുന്നത്. ഞങ്ങളത് നോക്കാറില്ല, കണ്ടാലും അത് ഞങ്ങളെ ബാധിക്കാറില്ല. കാരണം ഇത് ഞങ്ങളുടെ ആരുടെയെങ്കിലും പേഴ്സണലായിട്ടുള്ള ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല, ഇതൊരു പൊതുവായിട്ടുള്ള താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്.
നിങ്ങൾ നേരത്തെ ചോദിച്ചാൽ എന്ത് ഇമ്പാക്റ്റ്, ഈ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ആശാവർക്കർമാർക്ക് മാത്രമല്ല, ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും പ്രതീക്ഷയാണ് നൽകിയത് ആശാസമരം. കാരണം ഫൈറ്റ് ചെയ്തേ നമുക്ക് നേടാൻ പറ്റത്തുള്ളൂ, അല്ലാതെ നമുക്കൊന്നും ഇന്നുവരെ നേടിയിട്ടില്ല മനുഷ്യരാശി. അത് പ്രകൃതിയോട് ഫൈറ്റ് ചെയ്താണ് അവന് നിലനിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. അവൻ ജീവിച്ചിരുന്ന എല്ലാ കാലഘട്ടങ്ങളിലും അത് പ്രകൃതിയോടാണെങ്കിൽ പ്രകൃതിയോട്, സമൂഹത്തോടാണെങ്കിൽ സമൂഹത്തോട് ഫൈറ്റ് ചെയ്തിട്ടാണ് എല്ലാം നേടിയെടുത്തിട്ടുള്ളത്. അത് ഈ സമരത്തിലൂടെ നമ്മളത് കാണിച്ചു കൊടുത്തു. പിന്നെ പ്രത്യേകിച്ച് ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു തൊഴിലാളി സമരത്തെ കൈകാര്യം ചെയ്യുന്ന രീതിയിലല്ല. കാരണം മറ്റെല്ലാ സ്റ്റേറ്റിനും മാതൃകയാകേണ്ടതാണ് കേരളം. ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും പണ്ഡിറ്റ് കറുപ്പനും സഹോദരൻ അയ്യപ്പനും അടക്കമുള്ള പേരറിയാവുന്നതോ അറിയാത്തതുമായിട്ടുള്ള മനുഷ്യർ സൃഷ്ടിച്ചെടുത്ത ഒരു ഭൂമിയാണിത്. ഇത് 1957 ശേഷം അല്ല 56 ശേഷം ഉണ്ടായി വന്ന ഭൂമിയല്ല. അതിനു മുമ്പ് കുറേ മനുഷ്യർ സൃഷ്ടിച്ചെടുത്ത മണ്ണിലാണ് നമ്മൾ നിന്നത്. അപ്പൊ ആ മണ്ണ് ഇന്നും ഇന്ത്യയിൽ എവിടെ നമ്മൾ ചെന്നാലും കേരളത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറയുമ്പോൾ നമ്മളോട് സോവിയറ്റ് ഡയറിക്കകത്ത് എസ്.കെ. പൊറ്റക്കാട് പറഞ്ഞിട്ട് റഷ്യ ചെന്നിട്ട് ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ ഭയങ്കര ആരാധനയാണ് അവിടുത്തെ സ്ത്രീകൾക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മണ്ണിന്റെ പ്രത്യേകത അതാണ്. അപ്പൊ അവിടെ ഇരുന്ന് ഭരിക്കുന്ന ഒരു സർക്കാർ, ഏത് സർക്കാരാണെങ്കിലും ഒരു ഡെമോക്രാറ്റിക്, നിങ്ങൾക്കറിയാലോ അവിടുത്തെ പോലീസുകാർ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങളോട് ഞങ്ങൾക്ക് വളരെ ബഹുമാനമാണ് സമരം തീർന്നപ്പോൾ. കാരണം 10,000 സ്ത്രീകൾ വന്നിട്ട് ഞങ്ങൾ അവിടെ ഒരു അനിഷ്ട സംഭവം ഉണ്ടാക്കിയില്ല, പോലീസിനെ തെറി പറഞ്ഞില്ല, ഒരു രാഷ്ട്രീയക്കാരനെയും തെറി പറഞ്ഞില്ല, ഞങ്ങളെ പറയുന്നവരെ പോലും ഞങ്ങൾ തെറി പറഞ്ഞില്ല, ഞങ്ങളെല്ലാം ചിരിച്ചോണ്ട് സംയമനത്തോടെയാണ് നേരിട്ടത്. അപ്പോൾ ആളുകൾ, പോലീസുകാർ ഉൾപ്പെടെ വളരെ ബഹുമാനത്തോടെ നമ്മുടെ സമരത്തെ കാണുന്നത്. അപ്പൊ അത്തരത്തിൽ ഏറ്റവും ഡെമോക്രാറ്റിക് ആയിട്ട് ഒരു മൂവ്മെന്റ് നടക്കുമ്പോൾ അതിന് ആ ഒരു ഡെമോക്രസിയുടെ ബ്യൂട്ടിഫുൾ, അതിന്റെ അന്തസ്സത്തെ എന്താണ്, അതിന്റെ മനോഹാരിത എന്താണ്, അതിനനുസരിച്ച് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ അതിനെ ഏറ്റവും മോശമായിട്ടാണ് ഈ സർക്കാർ കൈകാര്യം ചെയ്തത്. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ സർക്കാർ എന്നല്ല ഒരു സർക്കാരും തൊഴിലാളി സമരങ്ങളോട്, ജനാധിപത്യ സമരങ്ങളോട് ഇങ്ങനെ ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കേന്ദ്ര ഗവൺമെന്റ് 18 വർഷം ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചില്ല. ഞങ്ങളുടെ സമര പന്തലിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധികൾ വന്നപ്പോൾ ഞങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതാണ് ഇപ്പോഴും ഞങ്ങളോട് പറയുന്ന, ഞങ്ങൾക്കെതിരായിട്ട് പറയുന്ന ഒരു കാര്യം. അവിടെ ഞങ്ങളുടെ യൂണിയനിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ യൂണിയൻ അല്ല, ഒരു രാഷ്ട്രീയ സംഘടനയിലും അല്ലെങ്കിൽ ട്രേഡ് യൂണിയനിലും അഫിലിയേറ്റ് ചെയ്തിട്ടില്ല നമ്മുടെ സംഘടന. അപ്പോൾ BJP-കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, അവരവരുടെ ആളുകളെ അവർ ക്ഷണിക്കും. അല്ലെങ്കിൽ ഞങ്ങളുടെ ആദ്യത്തെ മഴ പെയ്തപ്പോൾ രാത്രി 2 മണിക്ക് ഒരു ടാർപോളിൻ, ഞങ്ങൾ തെരുവിൽ കിടന്നല്ലേ ഉറങ്ങുന്നത്, ഒരു ടാർപോളിൻ പിടിച്ചപ്പോഴത്തേക്ക് അത് മുകളിൽ നിന്ന് നിർദ്ദേശിച്ചനുസരിച്ച് പോലീസ് പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോയി. പിറ്റേന്ന് 11 മണിക്കാണ് ശ്രീ സുരേഷ് ഗോപി അവിടെ വരുന്നത്. അവിടെ വരുമ്പോൾ തുള്ളിക്കൊരു കൂടെ വീതം ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ മഴയെന്ന് പറഞ്ഞാൽ അതിശക്തമായ മഴ എപ്പോഴും പെയ്യുന്നത്. അപ്പൊ ഞങ്ങളിങ്ങനെ വിറച്ച് തണുത്ത് ടാർപോളിൻ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഇത് പിടിച്ചിരിക്കുകയാണ്. അതുവരെ ഈ സർക്കാരിന്റെ ആരും അവിടെ വന്നില്ല. വനിതാ മന്ത്രിമാര് 3 പേരുണ്ട്, വനിതാ കമ്മീഷനുണ്ട്, അടക്കമുള്ള ആളുകൾ ആരും അവിടെ വന്നില്ല. അദ്ദേഹം ഒന്നും ഞങ്ങൾക്ക് കുട വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. അദ്ദേഹം കുട വാങ്ങിച്ചു തന്നു, ഞങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്കെതിരായിട്ട് പറഞ്ഞ ഇതൊരു അത്തരത്തിലൊരു തൊഴിലാളി സമരം നടക്കുമ്പോൾ, അല്ലെങ്കിൽ അവരെ പോലുള്ള ആളുകൾ അദ്ദേഹം വന്നത് മോശമായി എന്നിവർ പറയുന്നുണ്ടെങ്കിൽ ഇത്തരം ആളുകൾ അവിടെ വരാനുള്ള സാഹചര്യം ഒരുക്കിയതാണ്. ഈ സമരം നേരത്തെ ചർച്ച ചെയ്ത് സെറ്റിൽ ചെയ്യണം, എന്നതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. നമ്മളിപ്പോൾ 21,000 രൂപയാണ് ഓണറേറിയം വർധനം ആവശ്യപ്പെട്ടത്. അത് ഇവരുടെ LDF-ന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യമാണ്. തെരഞ്ഞെടുപ്പ് ഏതൊരു സമരത്തിന് നമ്മൾ വെക്കുമ്പോൾ ഒരു തുക വെച്ചുകൊണ്ടാണ് സമരം. നമ്മൾ 25,000 തന്നാലേ അവിടെ നിന്ന് പോകുമെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങൾ 53ാമത്തെ ദിവസം ചർച്ചയ്ക്ക് എന്നപ്പോൾ പറഞ്ഞു സമരം ഞങ്ങളോട് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു 3,000 രൂപ വർദ്ധിപ്പിക്കും. ദിവസം 100 രൂപ നമ്മൾ ചോദിച്ചത്. ഞങ്ങൾ ഇപ്പൊ സമരം അവസാനിപ്പിക്കാം, നിങ്ങൾ പറയുന്ന കമ്മിറ്റി പഠനം നടത്തി പിന്നീട് വർദ്ധിപ്പിക്കട്ടെ. സെറ്റിൽ ചെയ്യാൻ പറ്റത്തില്ലേ? അങ്ങനെയാണ് സെറ്റിൽ ചെയ്യേണ്ടത്, തൊഴിലാളി സമരങ്ങൾ സെറ്റിൽ ചെയ്യേണ്ടത്. പക്ഷെ കടുംപിടുത്തം പിടിച്ചിട്ട് പിന്നെയും ഞങ്ങളെ 100 ദിവസം തെരുവിലിരുത്തിയിരുന്നു. അപ്പോൾ യൂണിയൻ ഗവൺമെന്റ് ആണെങ്കിലും അവര് എന്തായാലും നമ്മളുടെ സമരത്തെ തുടർന്ന് അവരത് വർദ്ധിപ്പിക്കാൻ തയ്യാറായി. 18 വർഷത്തിന് ശേഷം 1,500 രൂപ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചു, 50,000 രൂപ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിച്ചു. അതിനു മുൻപ് 2018 മുതൽ പിരിഞ്ഞു പോകുന്നവർക്ക് 20,000 രൂപ സെൻട്രൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ട് ഇന്ന് വരെ ഒരാൾക്കും കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് കൊടുക്കാഞ്ഞ് എന്ന് ചോദിച്ചപ്പോൾ ഒരാളും ആവശ്യപ്പെട്ടില്ല എന്ന് പറഞ്ഞു. ആവശ്യപ്പെടാതെ പറഞ്ഞാൽ 33,000 ആശാവർക്കർമാർ ഉണ്ടായിരുന്നിടത്താണ് ഇപ്പൊ 26,000 കുറഞ്ഞത്. ഇതിനിടയിൽ ഇത്രയും ആളുകൾ
പിരിഞ്ഞു പോയിട്ടുണ്ട്, ഈ ജോലി ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ 10 വർഷം പൂർത്തിയായവർക്ക് ഈ 20,000 രൂപയ്ക്ക് അർഹതയുണ്ടായിരുന്നു. ഈ യൂണിയനുകൾ അവരാരും എന്ന് പറഞ്ഞാൽ ഈ NHM ഡയറക്ടറേറ്റ് നമ്മളെ അറിയിച്ചിട്ടില്ല, അറിഞ്ഞവരാരും ഈ സ്ത്രീകളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെയാണ് നമ്മുടെ സമരത്തെ തുടരുന്നവർ വർദ്ധിപ്പിക്കാൻ തയ്യാറായി. അത് അടുത്ത ഏപ്രിൽ മാസം മുതൽ വർദ്ധിപ്പിക്കും. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് സെൻട്രൽ ഗവൺമെന്റ് വർദ്ധിപ്പിച്ചാൽ ഞങ്ങൾ വർദ്ധിപ്പിക്കാമെന്നാണ്. ഏപ്രിൽ 4-ാം തീയതി ആ വർധന വന്നു. അത് നമ്മൾ അറിയുന്നത് ഓഗസ്റ്റിലാണ്. അതിനുശേഷവും ഞങ്ങൾ പിന്നെ 2-3 മാസം കൂടെ തെരുവിലിരിക്കേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കിന് അദ്ദേഹം തന്നെ അതിനൊരു വില കൊടുത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സമരങ്ങളോട്, പ്രത്യേകിച്ച് നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഭരിക്കുന്ന സർക്കാരുകൾ ജനങ്ങൾ കൊടുക്കുന്ന നികുതി കൊണ്ടാണ് ഭരിക്കുന്നത്. അതിനകത്ത് അവരെ വിശ്വസിക്കുന്നവരോട് വിശ്വസിക്കാത്തവരുണ്ട്, ഒരു രാഷ്ട്രീയത്തിൽ ഇല്ലാത്തവരോട് എല്ലാ മനുഷ്യരും നികുതി കൊടുക്കുകയാണല്ലോ. അപ്പൊ ആ നികുതി പണത്തിന്മേൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിന് തീർച്ചയായും ജനഹിതം പരിഗണിക്കാൻ, കാരണം ആശാവർക്കർമാർ മാത്രമല്ല, ഇപ്പം അരുന്ധതി റോയി കൽപ്പിത സർവകലാശാലയിൽ അവരിരുത്തിയിരിക്കുന്ന വൈസ് ചാൻസലറാണ്. അവരാവശ്യപ്പെട്ടു ഈ സമരം ഒത്തുതീർപ്പാക്കണമെന്ന്. നമ്മുടെ എന്താണ് സാഹിത്യ അക്കാദമി ചെയർമാൻ കവി സച്ചിദാനന്ദൻ അദ്ദേഹം ആവശ്യപ്പെട്ടു, ശ്രീ പ്രേംകുമാർ ആവശ്യപ്പെട്ടു, പിന്നെ ഡോക്ടർ KP കണ്ണൻ ആവശ്യപ്പെട്ടു. ഈ മൊത്തം സമുദായ നേതാക്കന്മാരും വെള്ളാപ്പള്ളി നടേശൻ 2 തവണ ആവശ്യപ്പെട്ടു ഈ സമരം സെറ്റിൽ ചെയ്യണമെന്ന്. എല്ലാവരും ആവശ്യപ്പെട്ടു. ക്രിസ്ത്യൻ സഭകൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടു. ഇവിടുത്തെ സാംസ്കാരിക നായകന്മാര്, സിനിമാ നടന്മാര്, സിനിമാ സംവിധായകര്, സാധാരണ മനുഷ്യർ, ഒരു ജനഹിതം ഈ സമരത്തോടൊപ്പമായിരുന്നു. പക്ഷെ അതിനെ മുഖവിലേക്ക് എടുക്കാൻ ഈ സർക്കാരിന് എന്തോ ഒരു രാഷ്ട്രീയ പിടിവാശി ഉണ്ടായിരുന്നു. അത് ഒരാൾക്കും നല്ലതല്ല. വളരെ ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് ഈ സമരത്തെ കൈകാര്യം ചെയ്തത്. പ്രത്യേകിച്ച് ഇടതുപക്ഷ നേതാക്കളിൽ നിന്ന് ഒരു സമരത്തോട് ഇങ്ങനെയുള്ള ഒരു സമീപനം ഒരു കാലത്തും ഉണ്ടാകരുത്. അത് ബാക്കിയുള്ളവർ മാതൃകയാക്കി എടുക്കുന്നേ. ഇപ്പൊ മാതൃകാ തൊഴിൽ ദാതാവ് എന്ന് പറയുന്ന സർക്കാർ അവിടെ പണിയെടുക്കുന്നവർക്ക് കൂലി കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അപ്പുറത്ത് നിന്ന് അദാനിയോട് ഇവർക്ക് കൂലി കൂട്ടി കൊടുക്കണമെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ അതൊക്കെ വളരെ ഗൗരവമായ വിഷയങ്ങളാണ്. അതിന് നാനാവിധത്തിലുള്ള നാനാ തലത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതൊക്കെ വളരെ ഗൗരവമായി പരിശോധിച്ചുകൊണ്ട് വേണം ഏതൊരു പ്രത്യേകിച്ച് തൊഴിൽ സമരങ്ങൾ പോലെയുള്ള ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ. ഇതുപോലെയുള്ള കൈവിട്ട കളിക്ക് പോകരുത് സർക്കാർ, പ്രത്യേകിച്ച് ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ. അത് നല്ല സന്ദേശമല്ല സമൂഹത്തിന് നൽകുന്നത്. അത് ഏതെങ്കിലും ട്രേഡ് യൂണിയൻ വിഷയത്തിലല്ല, സാമൂഹികമായി വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതൊക്കെ പരിഗണനയിൽ വേണം.